നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ എല്ലാ പരസ്യങ്ങളും ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് ഉണ്ട്. അധികം ആളുകൾക്കും ഇതറിയില്ല. ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കും. നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ 5 രഹസ്യ ആഡ് കിൽ സ്വിച്ചസ് ഒളിഞ്ഞു കിടക്കുകയാണ്. അവ നിങ്ങളുടെ സെറ്റിംഗ്സിന്റെ ആഴങ്ങളിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. നിങ്ങളുടെ നെറ്റ്വർക്ക് കമ്പനിയും ഫോൺ നിർമ്മാതാക്കളും ഗൂഗിൾ പോലും നിങ്ങൾ ഇത് കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. നിങ്ങളുടെ സ്ക്രീനിൽ വരുന്ന ഓരോ പരസ്യവും ഓരോ വീഡിയോയുടെ കൂടെ വരുന്ന ആഡും ഒരു ആപ്പിൽ നിന്ന് മറ്റൊരു ആപ്പിലേക്ക് നിങ്ങളെ പിന്തുടരുന്ന എല്ലാ പരസ്യങ്ങളും സ്ഥിരമായി നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അതിനായി നിങ്ങൾ ഒരു ആപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഫോൺ പൂർണ്ണമായും മാറിയിരിക്കും. അപ്പോൾ സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങൾ ഗൂഗിൾ ക്രോം തുറക്കുക. ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. പിന്നീടുള്ള ഇന്റർഫേസിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്ന് സൈറ്റ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. മിക്ക ആളുകളും ഈ മെനു തുറന്ന് ഒരു സെറ്റിംഗ്സ് മാത്രം നോക്കി പുറത്തു കിടക്കുന്നു. അതുകൊണ്ടാണ് പരസ്യങ്ങൾ ഇപ്പോഴും ഫോണിലേക്ക് കടന്നു വരുന്നത്. ഇതിൽ ആദ്യം നിങ്ങൾ പരിശോധിക്കേണ്ടത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് സാധാരണ ബ്ലോക്ക് ആയിരിക്കണം. എങ്കിലും വീണ്ടും നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായി നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ അലോ അല്ലെങ്കിൽ സൈറ്റ് ക്യാൻ സെൻഡ് പോപ്പപ്പ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്കുകൾ തുറക്കുമ്പോൾ പെട്ടെന്ന് തുറന്നു വരുന്ന പരസ്യങ്ങളുടെ കാരണം അതാണ്. അത് ഒഴിവാക്കാനായി ഇവിടെ താഴെ കാണുന്ന ഡോണ്ട് അലോ സൈറ്റസ് ടു സെൻഡ് പോപ്പപ്പ് ആൻഡ് യൂസ് റീഡയറക്റ്റ് എന്നുള്ളതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ സൈറ്റ് സെറ്റിംഗ്സിലേക്ക് തന്നെ ബാക്ക് പോവുക. ഇനി ആരും പറയാത്ത ഭാഗത്തേക്ക് വരാം. കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇൻട്രൂസീവ് ആഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പല ഫോണുകളിലും എനി സൈറ്റ് ദാറ്റ് യു വിസിറ്റ് ക്യാൻ ഷോ എനി ആഡ് ടു യു എന്നായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് ക്രോം തന്നെ ചില വെബ്സൈറ്റുകൾക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നതോ അപകടകരമായതോ ആയ പരസ്യങ്ങൾ കാണിക്കാൻ അനുവാദം നൽകുകയാണ്. അത് ഒഴിവാക്കാനായി ഇവിടെ താഴെ കാണുന്ന ആഡ്സ് ആർ ബ്ലോക്ക്ഡ് ഓൺ സൈറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈറ്റ് സെറ്റിംഗ്സിലേക്ക് തന്നെ പോവുക. പിന്നീട് സൈറ്റ് സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഡോണ്ട് അലോ സൈറ്റ് ടു സെൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ പ്രത്യക്ഷപ്പെടുന്ന സ്പാം പരസ്യങ്ങൾ ഇതുവഴിയാണ് വരുന്നത്. ഇനി അവ ശാശ്വതമായി ഇല്ലാതാകും. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സെറ്റിംഗ്സിലേക്ക് വരാം. അതിൻ്റെ പേരാണ് പ്രൈവറ്റ് DNS. ഗൂഗിൾ ഈ സെറ്റിംഗ് അത്രയും ആഴത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. 99% ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കും ഇത് ഉണ്ടെന്ന് പോലും അറിയില്ല. ഇത് പരസ്യങ്ങളെ നെറ്റ്വർക്ക് തലത്തിൽ തന്നെ തടയുന്നു. അതായത് പരസ്യം നിങ്ങളുടെ സ്ക്രീനിൽ എത്തുന്നതിന് മുമ്പേ അത് ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് അതൊന്ന് പരിശോധിക്കാം. അതിനായി നിങ്ങൾ ഹോം സ്ക്രീനിലേക്ക് വന്നതിന് ശേഷം മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. പിന്നീട് നിങ്ങൾ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ചില മൊബൈലിൽ ഈ ഓപ്ഷൻ മോർ കണക്ഷൻ എന്ന പേരിലായിരിക്കും. ഈ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് DNS എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. സാധാരണ എല്ലാ മൊബൈലിലും ഇത് ഓട്ടോമാറ്റിക് എന്ന നിലയിലായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏത് പരസ്യങ്ങൾ കാണിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ നെറ്റ്വർക്ക് കമ്പനിയാണ്. അപ്പോൾ ആ നിയന്ത്രണം നമ്മൾ തിരികെ എടുക്കുകയാണ്. ഇവിടെ താഴെ കാണുന്ന പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ വിശ്വസനീയമായ ഒരു ആഡ് ബ്ലോക്കിംഗ് DNS അഡ്രസ് നൽകുക. ശേഷം നിങ്ങൾ സേവ് അമർത്തുക. ഞാൻ ഓൾറെഡി മുന്നേ എൻ്റെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഞാൻ കൊടുത്ത അഡ്രസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന അഡ്രസ് cloudflyer.dns.com അഡ്രസ്സാണ്. ഇത് വളരെ വിശ്വസനീയമായ അഡ്രസ് കൂടിയാണ്. ഇതിനെക്കുറിച്ച് മുമ്പ് ഞാൻ ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി നോക്കാം. ഒരു ആപ്പോ ബ്രൗസറോ ഗെയിമോ ഒരു പരസ്യം ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ DNS അഭ്യർത്ഥന അവിടെ തന്നെ തടയപ്പെടും. ഇതിനായി വേറെ ഒരു ആപ്പും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കേണ്ടതില്ല. ബാറ്ററി ചെലവ് പോലും ഉണ്ടാകില്ല. ഇത് ദിവസം മുഴുവൻ നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് നോക്കാം. അഡ്വർടൈസിംഗ് ID. ഓരോ ആൻഡ്രോയിഡ് ഫോണിനും ഒരു പ്രത്യേക അഡ്വർടൈസിംഗ് ID ഉണ്ട്. ഇത് നിങ്ങളുടെ ഫോണിന്റെ ഡിജിറ്റൽ വിരലടയാളം പോലെയാണ്. ഗൂഗിൾ ഈ ID ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് തിരയുന്നത്, ഏത് ആപ്പുകൾ തുറക്കുന്നു,
നോക്കുന്നു, ഏത് വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. ഇത് ഇല്ലാതാക്കാൻ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ സ്ക്രോൾ ചെയ്ത് ഗൂഗിൾ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഓൾ സർവീസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഇൻ്റർഫേസിൽ താഴെ ആഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. ഇവിടെ കാണുന്ന റീസെറ്റ് അഡ്വർടൈസിംഗ് ID ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്യുന്നതോടെ നിങ്ങളുടെ പഴയ ട്രാക്കിംഗ് പ്രൊഫൈൽ പൂർണ്ണമായും മായ്ച്ചു കളയപ്പെടും. ഗൂഗിൾ പുതിയൊരു അഡ്വർടൈസിംഗ് ID നൽകും. അതിൽ പഴയ വിവരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇതിനുശേഷം നിങ്ങൾ ബാക്ക് പോയി സെറ്റിംഗ്സിൻ്റെ ഹോം പേജിലേക്ക് വരിക. ഇനി ഞാൻ പറയാൻ പോകുന്ന സെറ്റിംഗ്സ് വളരെ അപകടകരമായ സെറ്റിംഗ്സ് ആണ്. അതിൻ്റെ പേര് ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ്, അല്ലെങ്കിൽ ചില മൊബൈലിൽ അപ്പിയർ ഓൺ ടോപ്പ് എന്ന പേരിലായിരിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗെയിമുകൾ, നിങ്ങൾ മറന്നുപോയ മറ്റ് ആപ്പുകൾ എന്നിവയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു ആപ്പിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് പരസ്യങ്ങൾ കാണിക്കാൻ സഹായിക്കുന്നത് ഇതാണ്. ഇത് ഓഫ് ചെയ്യാൻ നിങ്ങൾ മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഇൻ്റർഫേസിൽ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെടാൻ അനുമതിയുള്ള എല്ലാ ആപ്പുകളും കാണാം. ഫേസ്ബുക്ക് ഉണ്ടാകാം, ഇൻസ്റ്റാഗ്രാം ഉണ്ടാകാം, നിങ്ങൾ മറന്നുപോയ ചില ആപ്പുകളും ഇവിടെ ഉണ്ടാകാം. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാത്ത എല്ലാ ആപ്പുകളുടെയും അനുമതി ഓഫ് ചെയ്തു വെക്കുക. ഈ ആപ്പുകളിൽ പലതും നിങ്ങൾക്ക് പരസ്യം കാണിക്കുന്ന ഓരോ തവണയും പണം സമ്പാദിക്കുന്നവയാണ്. പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലും നിങ്ങളുടെ ഉപയോഗശീലങ്ങൾ ശേഖരിക്കുകയും പരസ്യദാതാക്കൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഹോം സ്ക്രീനിലേക്ക് പോയതിനു ശേഷം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിലുള്ള പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇൻ്റർഫേസിൽ ജനറൽ എന്നുള്ള ഓപ്ഷന് താഴെ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഇൻ്റർഫേസിൽ പ്ലേക്ക് ആൻഡ് റെക്കമെൻഡഡ് ആപ്സ് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓഫ് ചെയ്തു വെക്കുക. ഇതേ ഓപ്ഷൻ ചില മൊബൈലിൽ ഇമെയിൽസ് വിത്ത് ന്യൂസ് ആൻഡ് ഓഫേഴ്സ് ഫ്രം ഗൂഗിൾ പ്ലേ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിലും നിങ്ങൾ അത് ഓഫ് ചെയ്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ശേഷം കുറച്ച് മുകളിലോട്ട് പോയാൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ ഡീൽസ് ആൻഡ് പ്രൊമോഷൻ എന്നുള്ളൊരു ഓപ്ഷൻ, ഇത് ഓൺ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് ഓഫ് ചെയ്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന പരസ്യ നോട്ടിഫിക്കേഷനുകളുടെ ഒരു പ്രധാന വഴിയാണ് ഇത്. ഇപ്പോൾ അത് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടും. ഇത്രയൊക്കെ സെറ്റിംഗ്സുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി പ്രധാനമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫോൺ നിങ്ങൾ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്യുക. 10 സെക്കൻഡ് കാത്തിരുന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ ഓൺ ചെയ്യുക. നമ്മൾ മാറ്റിയ എല്ലാ സെറ്റിംഗ്സുകളും പൂർണ്ണമായി പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ 5 രഹസ്യ സെറ്റിംഗ്സുകൾ ഒരു ആപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ പരസ്യങ്ങളില്ലാത്ത ഒരു അനുഭവമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.